വി.ഡി. സതീശൻ കെ.സി. വേണുഗോപാൽ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ നിലപാട് പ്രഖ്യാപിക്കുകയാണ്. കെ.സി. വേണുഗോപാലിനൊപ്പമാണ് എന്ന്. കെ.സി. വേണുഗോപാൽ ഗ്രൂപ്പിനൊപ്പം എന്ന് ഷാഫി പറമ്പിൽ MP. കേരള രാഷ്ട്രീയത്തിൽ കെ.സി. വേണുഗോപാൽ സജീവമാകണമെന്നാണ് മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഗ്രഹമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഷാഫിയുടെ വാക്കുകൾ. ഇന്ത്യയിൽ എല്ലായിടത്തും സജീവമാണല്ലോ, കേരളത്തിലും സജീവമാണല്ലോ. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും കോൺഗ്രസും കേരളമായിട്ട് ബന്ധമുള്ള മുഴുവൻ ആളുകളും കേരളത്തിൽ സജീവമാവണമെന്ന് കേരളത്തിലെ ജനത ആഗ്രഹിക്കുന്നുണ്ട്. പി വി കുട്ടൻ വിവരങ്ങളുമായി ചേരുകയാണ്. പി വി കുട്ടൻ, എല്ലാവിധമുള്ള അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് ഷാഫി പറമ്പിൽ മാങ്കൂട്ടത്തിൽ ത്രയം അത് വി.ഡി. സതീശനെ തള്ളുന്നു, മറിച്ച് കെ.സി. വേണുഗോപാലിനൊപ്പം ആ വാർത്ത സ്ഥിരീകരിക്കുകയാണ് ഇവിടെ ഷാഫി പറമ്പിൽ. എന്തൊക്കെയാണ് ഷാഫി പറഞ്ഞത്? ദിൽഷാദ്, പേരാമ്പ്ര വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഷാഫി പറമ്പിൽ മാധ്യമപ്രവർത്തകരെ കണ്ടത്. കോഴിക്കോട് DCC ഓഫീസിൽ വെച്ചായിരുന്നു ഈ വാർത്താ സമ്മേളനം നടത്തിയത്. അതിലുടനീളം ഈ പറയുന്ന രീതിയിലുള്ള പേരാമ്പ്രയിലെ സംഘർഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഷാഫി പറഞ്ഞത്. ഒടുവിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. കെ.സി. വേണുഗോപാലിന്റെ കേരളത്തിലേക്കുള്ള സജീവമാകുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോഴാണ് വളരെ കൃത്യമായി ഷാഫി പറമ്പിൽ മറുപടി പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിൽ കെ.സി. വേണുഗോപാൽ സജീവമാകണമെന്നാണ് എല്ലാ കോൺഗ്രസ് പ്രവർത്തകരുടെയും ആഗ്രഹമെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഇതിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. നേരത്തെ ഇന്ന് രാവിലെയൊക്കെ നമ്മൾ കൊടുത്ത വാർത്തയിൽ പറയുന്നുണ്ട്, വി.ഡി. സതീശനെ കൈവിട്ടുകൊണ്ട് ഷാഫി പറമ്പിൽ പൂർണ്ണമായും കെ.സി. വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയെന്നും കെ.സി. കേരളത്തിൽ സജീവമായി, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പിന്നീട് നിയമസഭാ ഇലക്ഷനോടുകൂടി കോൺഗ്രസിൽ കളം പിടിക്കാനുള്ള നീക്കങ്ങൾ കെ.സി. വേണുഗോപാൽ നടത്തുമ്പോൾ അതിന് അനുകൂലമായ നിലപാടുമായി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. കെ മുരളീധരനും സണ്ണി ജോസഫും ഒക്കെ ഇന്നലെ തന്നെ സ്വാഗതം ചെയ്തിരുന്നു കെ.സി.യെ കേരളത്തിലേക്ക്. ഇപ്പോഴത്തെ ഷാഫി പറമ്പിലും കൃത്യമായി കെ.സി. വേണുഗോപാലിന് അനുകൂലമായ നേരത്തെ പല വിധത്തിലുമുള്ള സൂചനകൾ എത്തുന്ന ഒരു ഘട്ടത്തിൽ സാധാരണഗതിയിൽ കെ.സി. വേണുഗോപാലിന് ലഭിക്കുന്ന ഒരു പിന്തുണയ്ക്ക് അപ്പുറത്തേക്കുള്ള ചില മാനങ്ങൾ ഷാഫി പറമ്പിലിൻ്റെ വിഷയത്തിലുണ്ട്. കാരണം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും വി.ഡി. സതീശനും എന്ന ത്രയമാണ് കോൺഗ്രസിനെ ഭരിക്കുന്ന വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. ആ ത്രയമാണ് പൊളിയുന്നത്. വി.ഡി. സതീശനെ തള്ളിക്കൊണ്ട് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് രംഗത്തെത്തുകയാണ്. പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുകയാണ്. ഒരുപക്ഷെ വി.ഡി. സതീശനെതിരായുള്ള ഒരു ഫൈറ്റിൻ്റെ കൃത്യമായ പരസ്യപ്പെടുത്തൽ കൂടിയാണ് ഈ വാക്കുകളെ ഉദ്ദേശിക്കേണ്ടത്, അടിവരയിടേണ്ടത് അല്ലേ? അങ്ങനെ പ്രത്യേക മാനങ്ങളില്ലേ ഷാഫിയുടെ ഈ കെ.സി. വേണുഗോപാൽ പിന്തുണ പ്രഖ്യാപിക്കലിന്? കുട്ടൻ, ജിംഷാദ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന ഘട്ടത്തിൽ തന്നെ വി.ഡി. സതീശനുമായി ഏതാണ്ട് ഷാഫിയും രാഹുലും അകലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഈ രണ്ടുപേർക്കും പിന്തുണയുമായി കെ.സി. വേണുഗോപാൽ ഇവരുടെ ഒരു രക്ഷകരായി അവതരിക്കുകയാണ്. അതിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് പിന്നീട് ഇങ്ങോട്ട് ഷാഫി പറമ്പിൽ ഉൾപ്പെടെ കെ.സിക്ക് പരസ്യമായ പിന്തുണയുമായി രംഗത്ത് വന്നത്. ഇത്രയും കാലം ഇങ്ങനെയൊരു ഇത്തരം വിവരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നിപ്പോൾ ഷാഫി തന്നെ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് വളരെ കൃത്യമായ സന്ദേശമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ദേശീയ തലത്തിലുള്ള എല്ലാവരും കേരളത്തിൽ സജീവമാകണമെന്നൊക്കെയാണ് ഷാഫി പറയുന്നതെങ്കിലും കെ.സി. വേണുഗോപാൽ സജീവമാകണമെന്ന എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ആഗ്രഹമെന്ന് തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വി.ഡി. സതീശന്റെ കനത്ത തിരിച്ചടി കൂടിയാണ്. കാരണം സതീശന്റെ പവർ ഗ്രൂപ്പ് നയിച്ചിരുന്നത് ഷാഫിയാണ്. സതീശന്റെ എല്ലാ ഓപ്പറേഷൻ സംസ്ഥാന രമേശ് ചെന്നിത്തല വെട്ടിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ പോലും ആഗ്രഹത്തെ മറികടന്ന് ഷാഫി പറമ്പിലാണ് വി.ഡി. സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ചതും ആ നീക്കങ്ങളിലൊക്കെ ചുക്കാൻ പിടിച്ചതും ആ ഷാഫിയാണ് ഇപ്പോൾ വി.ഡി. സതീശനെ വിട്ടുകൊണ്ട് കെ.സി. വേണുഗോപാലിന്റെ കൂടെ ചേരുന്നത്. സ്വാഭാവികമായും രാഷ്ട്രീയപരമായി വി.ഡി. സതീശന് വലിയ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാവുക. തീർച്ചയായും പി വി കുട്ടൻ, അതായത് ഇത്തരത്തിലുള്ള ഒരു ആഭ്യന്തര സംഘർഷം കോൺഗ്രസിൽ രൂപം കൊള്ളുന്നു, ഗ്രൂപ്പിസം ഉണ്ടാകുന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്തുള്ള പുതിയ മാനമാണ് ഇപ്പോൾ കുട്ടൻ സൂചിപ്പിച്ചതുപോലെ ഷാഫി പറമ്പിലിൻ്റെ ഈ കെ.സി. വേണുഗോപാൽ പിന്തുണയ്ക്ക് പ്രഖ്യാപനത്തിന് ഉണ്ടാവുക എന്നത്. മാത്രമല്ല ഇന്നലെ തന്നെ ഇത് ഒക്കെ വി.ഡി. സതീശന് മണക്കുന്നു. കോൺഗ്രസിനുള്ളിൽ അത് കൃത്യമാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇന്നലെ തന്നെ കെ.സി. വേണുഗോപാലിൻ്റെ കേരളത്തിലെ എൻട്രിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വി.ഡി. സതീശൻ റെഡ് അലർട്ട് എന്നാണ് ആകാശത്ത് നോക്കി പറഞ്ഞത്. ഇതൊക്കെ സൂചനകളാണ്. അതിലുള്ള വ്യക്തത വരുത്തൽ കൂടിയാണ് ഷാഫിയുടെ വാക്കുകൾ അല്ലേ പി വി കുട്ടൻ? ഇതിനകത്തുള്ള ഒരു വളരെ ശ്രദ്ധേയമായ കാര്യം, ഈ പേരാമ്പ്ര വിഷയം സംസാരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ചോദിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി ചോദിക്കാൻ ഷാഫി എന്ന് പറഞ്ഞപ്പോൾ ഷാഫി ആ ഘട്ടത്തിൽ പറഞ്ഞത് ഇന്ന് പേരാമ്പ്ര വിഷയം മാത്രം സംസാരിക്കാനാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചതെന്നുള്ളതാണ്. പക്ഷെ അവിടെ പെട്ടെന്ന് നമ്മൾ കെ.സിയുടെ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഷാഫി അവിടെ ഇരുന്നത് മറുപടി പറയുകയാണ്. അതായത് കെ.സി. വേണുഗോപാൽ സജീവമാകണമെന്ന്
എല്ലാവരും, എല്ലാ കോൺഗ്രസ് പ്രവർത്തകർ, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നു എന്നുള്ള മറുപടി വളരെ കൃത്യമായി. ഇതാണ് ചോദ്യം വന്നെങ്കിൽ മറ്റു ചില ചോദ്യങ്ങൾ കൂടി പ്രതീക്ഷിച്ചായിരിക്കും അദ്ദേഹം ഒരുപക്ഷെ വാർത്തകൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിന്നത്. പക്ഷെ കെ സിയുടെ ചോദ്യം വന്ന ഘട്ടത്തിൽ തന്നെ കെ സിക്ക് അനുകൂലമായി വളരെ കൃത്യമായ ഒരു നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഇന്നലെ നമുക്കറിയാം കെ മുരളീധരനും സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ കെ സി വേണുഗോപാലിന്റെ വരവിനെ സ്വാഗതം ചെയ്യുന്നു. അതേ ഘട്ടത്തിലാണ് ഇന്നലെ പാലക്കാട് വെച്ചും പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യത്തിൽ വിളിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത് അവിടെ പാലക്കാട് റെഡ് അലർട്ടാണ് എന്നുള്ളതാണ്. അതിൽ കോൺഗ്രസ് റെഡ് അലർട്ട് വരുമെന്നുള്ളതാണോ അല്ലെങ്കിൽ എന്താണ് ആ ഒരു കൃത്യമായ ഒരു പരോക്ഷമായെങ്കിലും ഒരു പ്രഹസനം എന്ന രീതിയിൽ. അതെ അതെ, നിരവധി വ്യാഖ്യാനങ്ങൾക്ക് വിധേയമാണ്. പക്ഷെ അതിലൊക്കെ കൂടുതൽ വ്യക്തത വരികയാണ്. ആട്ടെ പി വി കുട്ടൻ, ഈ വയനാട് ഫണ്ടിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഈ വീട് വെച്ച് നൽകുന്നതിനെ കുറിച്ചോ ഒക്കെ ചോദിച്ചിരുന്നോ? ഒരുപക്ഷെ പറഞ്ഞു കാണില്ലല്ലേ, പേരാമ്പ്ര മാത്രമാണ് വിഷയം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ അതിനകത്ത് വരുന്നുണ്ടായിരുന്നു. പേരാമ്പ്രയിൽ ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ സംഘർഷങ്ങൾക്ക് തുടക്കത്തിന് മുമ്പ് ഇവിടെ ഷാഫി പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു പഞ്ചായത്ത്, അതായത് പേരാമ്പ്ര പഞ്ചായത്ത് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് വീട് വെച്ച് നൽകാൻ 4 ലക്ഷം രൂപ നൽകിയ ഒരു കുടുംബത്തിന് കോൺഗ്രസ് പ്രവർത്തകർ വീട് വെച്ച് നൽകി എന്ന പ്രചാരണം നടത്തി. അതിന്റെ ആ വീടിന്റെ താക്കോൽ ദാനം ഷാഫി പറമ്പിൽ നിർവഹിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഷാഫിയോട് ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിനുള്ള മറുപടിയൊക്കെ ഷാഫി പറഞ്ഞിരുന്നു. കൃത്യമായി അത് അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. കാരണം അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ലൈഫിന്റെ പദ്ധതി വീട് കിട്ടിയെങ്കിലും അവർ വീണ്ടും കോൺഗ്രസ് സഹായിച്ചെന്ന് പറഞ്ഞു. മറ്റൊരു കാര്യം കൂടി പറയാം അജിംഷാദ്, ഇതിനകത്ത് ഈ പേരാമ്പ്ര വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നത് പുറത്തു നിന്നും ആൾക്കാർ പേരാമ്പ്രയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തകർ പേരാമ്പ്രയിലേക്ക് കേന്ദ്രീകരിച്ചിരുന്നു എന്നുള്ള കാര്യം ഷാഫി സമ്മതിക്കുന്നുണ്ടോ? ഞങ്ങൾ വെരി ഗുഡ്. അത് ഷാഫി പറവൽ പറയുന്നുണ്ട് അല്ലേ? തീർച്ചയായും അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് തുടർന്നുള്ള മണിക്കൂറുകളിൽ പോകാം. പി വി കുട്ടനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.